പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. മേക്ക് യുവർ ബെഡ്, ഒരു ചെറിയ കാര്യം വലിയ ബലം. മേക്ക് യുവർ ബെഡ് എന്ന പുസ്തകം അമേരിക്കൻ നേവി അഡ്മിറലായിട്ടുള്ള വില്യം എച്ച് മാക്രോവിൻ്റെ ഒരു പ്രചോദനാത്മക ഗ്രന്ഥമാണ്. പുസ്തകത്തിൽ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പഠിച്ച പ്രധാന പാഠങ്ങളൊക്കെയാണ് ഇതിനകത്ത് പങ്കിടുന്നത്. എല്ലാ ദിവസവും നിങ്ങളുടെ കിടക്ക മടക്കുക. ഈ ചെറിയ പ്രവൃത്തിയിൽ നിന്നാണ് മാക്രോൻ വലിയ ബലങ്ങൾ കണ്ടെത്തി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വിജയം നൽകിയത് മാത്രമല്ല, ദിവസം മുഴുവൻ മറ്റു വെല്ലുവിളികളെ നേടാൻ അദ്ദേഹത്തിന് ധൈര്യം പകർന്നു കൊടുത്തു. അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്ക മടക്കി വയ്ക്കാറുണ്ടോ? അതോ ബ്ലാങ്കറ്റൊക്കെ അതുപോലെ തന്നെ ഇട്ടിട്ട് എല്ലാം ഇങ്ങനെ സാധാരണ പോലെ എഴുന്നേറ്റ് പോകുന്ന വൈകിട്ട് വന്ന് ചെയ്യുകയാണോ? അപ്പം ഇവിടെ പറയുന്നത്, ഈ പുസ്തകത്തിൽ നിന്നുള്ള പ്രധാന പാഠങ്ങൾ വെച്ചാൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ രാവിലെ ഈ കിടക്ക മടക്കി വയ്ക്കുമ്പോൾ അതൊരു ഫസ്റ്റ് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ചെറിയ കാര്യങ്ങൾ വലിയ ബലങ്ങൾ കൊണ്ടുവരാം. ഒരു ദിവസം നിങ്ങളുടെ കിടക്ക മടക്കുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിൽ അത് നിങ്ങളുടെ ദിവസത്തെ മാനസികാവസ്ഥയെ ക്രമീകരിക്കാനായിട്ട് സഹായിക്കും. വിജയത്തിൻ്റെ ചെറിയ പടികൾ വേണം. ഒരു വലിയ ലക്ഷ്യം നേടുന്നതിന് ചെറിയ പടികൾ എടുക്കുക. കിടക്ക മടക്കുന്നത് നിങ്ങളുടെ ദിവസം ആരംഭിക്കാനുള്ള ചെറിയ പടിയാണ്. അപ്പോൾ സമയത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. കിടക്ക മടക്കുന്നത് ഒരു ചെറിയ സമയമെടുക്കുമെങ്കിലും അത് നിങ്ങളുടെ സമയത്തെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. മേക്ക് യുവർ ബെഡ് എന്ന പുസ്തകം ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ പ്രചോദനം നൽകുന്ന ഒരു ചെറിയ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലാണ് ഈ ബുക്ക്. ഇതിലൊരു 10 ചാപ്റ്റേഴ്സായിട്ടാണ് ഈ ബുക്ക് പോകുന്നത്. നേവി സീൽ പരിശീലനത്തിനിടയിലുള്ള 6 മാസത്തെ അനുഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഓഥർ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ ടാസ്ക് കംപ്ലീറ്റഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ കിടക്ക ഒരുക്കുക. എല്ലാ ദിവസവും വില്യം മാക്രോ ഉറക്കമുണർന്ന് കിടക്ക ശരിയാക്കും. ഈ ശീലം നമുക്ക് കൊണ്ടുവരുന്നതിന് അച്ചടക്കവും ശ്രദ്ധയും കാണിക്കുന്നതിനാൽ കിടക്ക ശരിയാക്കുന്നത് വളരെ പ്രധാനമാണ്. അപ്പം മിലിറ്ററി ചിട്ടയ്ക്കകത്തുണ്ട് ബെഡ് ക്ലിയർ ആക്കുക, യൂണിഫോം, പിന്നെ അവരുടെ ഷൂസൊക്കെ കറക്റ്റാക്കുക, ലോങ് റൺ, ലോങ് സ്വിമ്മ്, പിന്നെ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ അവർക്കുണ്ടല്ലോ. അപ്പം ആദ്യം കിടക്ക ശരിയാക്കി നിർമ്മിക്കുമ്പോൾ ഒരു ചെറിയ ജോലി പൂർത്തിയാക്കി നിങ്ങളുടെ ദിവസം ആരംഭിക്കുകയും ചെയ്യും. ചെറിയ വിജയങ്ങൾ പ്രധാനമാണെന്ന് ഇത് നിങ്ങളെ കാണിക്കുകയും ദിവസം മുഴുവൻ നിങ്ങളുടെ മുന്നിലുള്ള ജോലി സഹിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ദിവസാവസാനത്തോടെ നിങ്ങൾക്ക് നിരവധി ജോലികൾ ഇങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും. ആ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? നിർമ്മിച്ച കിടക്കയിലേക്കാണ് മടങ്ങുമ്പോൾ ഈ ചെറിയ ജോലിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ചാപ്റ്ററിൽ യു കനോട്ട് ഗോ ഇറ്റ് അലോൺ. നിങ്ങൾ ലോകത്തെ മാറ്റണമെങ്കിൽ കൂടെ തുഴയാൻ നിങ്ങളെ സഹായിക്കാൻ ആരെയെങ്കിലും കണ്ടെത്തുക. അപ്പം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബോട്ട് തുഴയാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം പങ്കിടാൻ ഒരാളെ കണ്ടെത്തുക. കഴിയുന്നത്ര സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. നമ്മൾ സുഹൃത്തുക്കളെ ചുമ്മാ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഉയർത്താൻ കഴിയുന്ന സുഹൃത്തുക്കളെ വേണം നമ്മൾ കൂടുതലായിട്ട് ആ സൗഹൃദ വലങ്ങൾ വേണം കൂട്ടാനായിട്ട്. നിങ്ങളുടെ വിജയം മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ ഒരാളെ അവരുടെ ഹൃദയത്തിൻ്റെ വലിപ്പം കൊണ്ട് അളക്കുക. വിജയിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എത്ര വിശാല ഹൃദയമുണ്ട് എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ വലിപ്പം, ജാതി, മതം, കുടുംബം, വിദ്യാഭ്യാസ നിലവാരം, സാമൂഹിക നില എന്നിവ നോക്കിയിട്ടല്ല. ചാപ്റ്റർ 4 ലൈഫ് ഈസ് നോട്ട് ഫെയർ, ട്രൈ വൺ. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ ഒരു ഷുഗർ കുക്കിയിൽ നിന്ന് മാറി മുന്നോട്ട് പോവുക. അപ്പോൾ സീൽ പരിശീലനത്തിൽ വേദനാജനകമായ പണിഷ്മെൻറ്റിനെയാണ് ഇവർ ഷുഗർ കുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകർ ട്രെയിനികളെ ശിക്ഷിക്കും. അപ്പോൾ മണ്ണിൽ കിടത്തി ഉരുട്ടും. പല ട്രെയിനികളും എക്സലൻസ് പരിശ്രമിച്ചതിനാൽ ശിക്ഷിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ പണിഷ്മെൻറ്റ് നൽകുമ്പോൾ. അപ്പം വിധി നിങ്ങൾക്ക് എതിരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും ബാഹ്യശക്തിയിൽ കുറ്റപ്പെടുത്തുന്നത് എളുപ്പമാണ്. ചിലപ്പോൾ ജീവിത ന്യായമല്ല. നിങ്ങൾ എത്രമാത്രം ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷുഗർ കുക്കി ആയിരിക്കാം. അപ്പം ജീവിതത്തിലെ അനീതിയെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്ന് സ്വയം നിർവചിക്കുക. ആരോടെങ്കിലും പരാതിപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ മുന്നോട്ട് പോവുക. നിങ്ങളായിരിക്കും സ്മാർട്ട്, പക്ഷേ നിങ്ങൾക്കൊരു ഷുഗർ കുക്കിയുടെ ചാപ്റ്റർ 5 ഫെയിലിയർ ക്യാൻ മേക്ക് യു സ്ട്രോങ്ങർ. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ സർക്കസിനെ ഭയപ്പെടരുത്. നേവി സീൽ പരിശീലനത്തിൽ ശക്തരായവർ മാത്രമേ പരിശീലനത്തെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. യഥാർത്ഥ നേതാക്കൾ അവരുടെ പരാജയങ്ങളിൽ നിന്ന് പഠിക്കണം. സ്വയം പ്രചോദിപ്പിക്കാൻ പാഠങ്ങൾ ഉപയോഗിക്കണം. വീണ്ടും ശ്രമിക്കാനോ അടുത്ത കടുത്ത തീരുമാനം എടുക്കാനോ ഭയപ്പെടരുത്. ചാപ്റ്റർ 6 യു മസ്റ്റ് ഡെയർ ഗ്രേറ്റ്ലി. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ സ്ലൈഡ് ഡൗൺ ദ ഒബ്സ്റ്റാക്കിൾ ഹെഡ് ഫസ്റ്റ്. ജീവിതം ഒരു പോരാട്ടമാണ്. പരാജയത്തിൻ്റെ സാധ്യത എപ്പോഴും നമ്മൾ നിലനിൽക്കുന്നു. പക്ഷേ പരാജയത്തെയോ ബുദ്ധിമുട്ടിനെയോ നാണക്കേടിനെയോ ഭയന്ന് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ കഴിവുകൾ നേടാനാവില്ല.
അപ്പം നിങ്ങളുടെ കംഫോർട്ട് സോൺ മറികടക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സാധ്യമായത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ചാപ്റ്റർ 7 സ്റ്റാൻഡപ്പ് ടു ദ ബുള്ളീസ്. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ സ്രാവുകളിൽ നിന്ന് പിന്നോട്ട് പോകരുത്. ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് രാത്രി നീന്തൽ പൂർത്തിയാക്കാൻ നിങ്ങൾ വളരെ ധൈര്യമുള്ളവർ ആയിരിക്കണം. ആ ധൈര്യം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആഴത്തിൽ കുഴിക്കുക, നിങ്ങളത് സമൃദ്ധമായിട്ട് കണ്ടെത്തും. ചാപ്റ്റർ 8 റൈസ് ടു ദ ഒക്കേഷൻസ്. ലോകത്തെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്സ് നിങ്ങളുടെ ഏറ്റവും മികച്ചവനായിരിക്കുക. മാക്രോവിൻ്റെ ചീഫ് പെറ്റി ഓഫീസർമാരിൽ ഒരാളിൽ നിന്നുള്ള ഉപദേശമാണിത്. ഇന്ന് രാത്രി നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും മികച്ചവനായിരിക്കണം. നിങ്ങളുടെ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും ക്ഷീണത്തിനും മുകളിൽ നിങ്ങൾ ഉയരണം. എത്ര ഇരുട്ടിയാലും ദൗത്യം പൂർത്തിയാക്കണം. ഇതാണ് നിങ്ങളെ എല്ലാവരിൽ നിന്നും വേർതിരിക്കുന്നത്. ഒരു ഘട്ടത്തെ ജീവിതത്തിലെ ഒരു ഇരുണ്ട നിമിഷം നാം എല്ലാവരും അഭിമുഖീകരിക്കും. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം നിങ്ങളുടെ ആത്മാവിനെ തകർക്കുകയും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന മറ്റെന്തെങ്കിലും ആ ഇരുണ്ട നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിലെത്തുകയും നിങ്ങളുടെ ഏറ്റവും മികച്ചവരായിരിക്കുകയും ചെയ്യും. ചാപ്റ്റർ 9 ഗീവ് പീപ്പിൾ ഹോപ്പ്. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ കഴുത്തോളം ചെളിയിൽ നിൽക്കുമ്പോൾ പാടാൻ തുടങ്ങുക. നാം എല്ലാവരും ഒരിക്കൽ ചെളിയിൽ ആഴ്ന്നിറങ്ങും. ഉറക്കെ പാടാനും വിശാലമായി പുഞ്ചിരിക്കാനും ചുറ്റുമുള്ളവരെ ഉയർത്തിപ്പിടിക്കാനും നാളെ നല്ല ദിവസമാകുമെന്ന് അവർക്ക് പ്രതീക്ഷ നൽകാനുമുള്ള സമയമാണിത്. ചാപ്റ്റർ 10 നെവർ എവർ ക്വിറ്റ്. നിങ്ങൾക്ക് ലോകത്തെ മാറ്റണമെങ്കിൽ ഒരിക്കലും മണി മുഴക്കരുത്. ഡോണ്ട് എവർ റിംഗ് ദ ബെൽ. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസകരമായ നിമിഷങ്ങളുണ്ടാകും. നെവർ ക്വിറ്റ് എന്ന പ്രക്രിയയെ വിശ്വസിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് സഹതാപത്തിനോ വിവേചനത്തിനോ ദുഃഖത്തിനോ ഇരയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. സ്വയം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുക. ഓർക്കുക, ഓരോ ദിവസവും ഒരു ടാസ്ക് പൂർത്തിയാക്കി തുടങ്ങുക. ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാളെ കണ്ടെത്തുക. എല്ലാവരെയും ബഹുമാനിക്കുക. ജീവിതം നീതിയുക്തമല്ലെന്നും നിങ്ങൾ പലപ്പോഴും പരാജയപ്പെടുമെന്നും അറിയുക. എന്നാൽ നിങ്ങൾ ചില അപകട സാധ്യതകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിൽ മുന്നോട്ടിറങ്ങുക. ഭീഷണിപ്പെടുത്തുന്നവരെ നേരിടുക. അധപ്പതിച്ചവരെ ഉയർത്തുക. ഒരിക്കലും തളരരുത്. നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മികച്ചതാക്കി മാറ്റാൻ കഴിയും. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.